അപ്പോൾ ഇതാണ് ഞാനിതാണ് മറ്റേ എന്താ ചൈനീസ് ഇന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇതല്ല, ഇത് ഒരു ഫുഡ് സ്ട്രീറ്റാണ്, ചൈനീസിൻ്റെ തന്നെയാണ്. ഇവിടെ ഒരുപാട് ചൈനീസ് റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ കടകളുണ്ട്. പിന്നെ ഇതാണ് ചക്ക, ഇതാണ് ചക്കയുടെ ഉള്ളിലെ കുരു. ഇവിടെ തിരക്ക് കുറവുണ്ടെന്ന് ശരിക്കും, അല്ലെങ്കിൽ ഇവിടെ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ലായിരുന്നു. ഇവിടെ ഫ്രഷ് ജ്യൂസൊക്കെ ഉണ്ട്. 6 റിങ്കറ്റ് 10 റിങ്കറ്റൊക്കെയാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. ഒരുപാട് ചൈനീസ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ഇത് കണ്ടിരുന്നു, എന്താ നീരാളി. ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡിൽ മെയിൻ ഒരു സാധനമാണ് നീരാളി. ഇവിടെ മൊത്തം ചൈനീസ് കടകളാണ്, മലേഷ്യൻ കടയുണ്ട്. ഇത് ഫുഡ് സ്ട്രീറ്റാണ്. ഇവിടെ നിങ്ങൾക്കത് ഒരു സുലഭമായിട്ട് കാണാം. ഇവിടെ പിന്നെ ഫുഡ് റേറ്റ് ഒരു 15 റിങ്കറ്റ് തൊട്ട് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫുഡിൻ്റെ ഇവിടെ നിന്ന്. പിന്നെ ഇതുപോലെ ഫ്രഷ് ജ്യൂസൊക്കെ നിങ്ങൾക്ക് 10 റിങ്കറ്റ് ആ റേഞ്ചിൽ ഫ്രഷ് ജ്യൂസ് കിട്ടും. നമ്മുടെ മുമ്പിൽ തന്നെ വെച്ച് അടിക്കുന്നതാണ്. പിന്നെ നമ്മളിത് ചൈനീസ് കോൺ ട്രൈ ചെയ്തായിരുന്നു, നല്ലതാണ്, ചീസൊക്കെ ഇട്ടിട്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും, എൻ്റെ ചാനൽ ചെക്ക് ചെയ്താൽ മതി. ഇവിടെ ഇനി മൊത്തം ഇതുപോലത്തെ റെസ്റ്റോറൻറ്റ്സ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞോട്ട് ടൈഗറിന് ചെയ്തോട്ടൊക്കെ ടൈഗറിൻ്റെ പേര് കിട്ടും. അപ്പോൾ അന്ന് വന്നിട്ട് ഞങ്ങൾ ടൈഗർ പിടിക്കാന്ന് പറഞ്ഞ് കയറിയ, പക്ഷെ അന്ന് അപ്പോൾ വന്നിട്ട് ഞങ്ങൾ വേറൊരു ഇതടിച്ചത്. ഇനിയിപ്പോൾ നാളെ വന്നിട്ട് വേണം ഇതടിക്കാം, ടൈഗർ ട്രൈ ചെയ്യാം. നല്ലതെന്ന് പറഞ്ഞു, അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്യണം. ആ ചക്കയ്ക്ക് ഇവിടെ ഭയങ്കര റേറ്റ് ആണല്ലോ. 80 റിങ്കറ്റൊക്കെയാണ് ആ ചക്കയ്ക്ക് ഇവിടെ എഴുതി വെച്ചത്. 80 റിങ്കറ്റൊക്കെയാണ് ആ ചക്കയ്ക്ക് ഇവിടെ എഴുതി വെച്ചതാണ്. പക്ഷേ വായിൽ വെക്കാൻ കൂടില്ല, ഒരു വൃത്തികെട്ട മണവും. പിന്നെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് തരും, എന്താണ് അതിൻ്റെ പേര്, കയ്യിൽ ഗ്ലൗസൊക്കെ തരും ആ ചക്ക കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇടുമ്പോൾ അത് കൂടുതലായിട്ട് പറയുന്നതായിരിക്കും. പിന്നെ ഞാൻ നടക്കുകയും ക്യാമറ പിടിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ക്യാമറ ഇങ്ങനെ ചിലപ്പോൾ ഫോക്കസ് ഇല്ലാതെ പോകുന്നത്. ഇങ്ങനെയാണ് ചക്ക കുടിക്കുക, ചക്ക കുടിക്കുക. ഞാൻ പറഞ്ഞുള്ളൂ മറ്റേ നീരാളിയുടെ കാര്യം. 20 റിങ്കറ്റാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ പിന്നെ ഇതുപോലത്തെ ചൈനീസ് റെസ്റ്റോറൻറ്റ്സും ഫുൾ ചൈനീസ് പെൺപിള്ളേരെ കാണാൻ നമുക്കിവിടെ. പിന്നെ ഇവിടെ ഈ 3 സാധനം കിട്ടും. ഇത് മാംഗോ സ്റ്റിക്കി റൈസ്, ഇത് നല്ല ഐറ്റമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് നമുക്ക് നാളെ ട്രൈ ചെയ്യാം. എൻ്റെ വൈഫ് വന്നിട്ട് നമുക്കിവിടെ ഒന്നും കൂടി വരാം. അപ്പോൾ അവരോട് വരുമ്പോൾ ഇവിടെ നിന്ന് അവരായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ഇതൊക്കെ പോലെ തന്നെ. വലിയ റേറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇവിടെ. വലിയ റേറ്റ് മീൻസ് ആവറേജ് പ്രൈസാണ്. ഇപ്പോൾ
5 റിങ്കറ്റ് തൊട്ട് നമുക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ കിട്ടും. അതുപോലെ ഞാൻ പറഞ്ഞിട്ട് എല്ലായിടത്തും ഈ ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഫ്രഷ് ജ്യൂസ് ഒക്കെ കിട്ടും. അത് 5-6 റിങ്കറ്റിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യും. കോക്കനട്ട് 6 റിങ്കറ്റ്. നിങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ 10 റിങ്കറ്റ് ആയിരിക്കും കേട്ടോ. അതിന് സാധാരണ ഇവിടെ കരിക്കൊക്കെ ഞാൻ 10 റിങ്കറ്റാണ് എല്ലായിടത്തും കണ്ടത്. ഇവിടെ ഇപ്പോൾ ആദ്യമായിട്ട് 6 റിങ്കറ്റ് കണ്ടത്. പിന്നെ ഫ്രൂട്ട്സ്, ഫ്ലവർ. നാളെ അവൾക്കൊരു ഫ്ലവർ വാങ്ങണം. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. നാളെ രാത്രിയേ അവൾ വരുള്ളൂ. അപ്പോൾ എന്തായാലും അവൾ മീൻസ് എൻ്റെ വൈഫ് നാളെ രാത്രി വരുള്ളൂ. അപ്പോൾ ടൈമുണ്ട്. ഇത് മറ്റേ ചോക്ലേറ്റ് കൊണ്ട് വാങ്ങും. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ എല്ലായിടത്തും 10 രൂപയാണ് ഫ്രഷ് ജ്യൂസിനൊക്കെ. കരിക്കാണ്ടോ 7 രൂപ. Cái bờ luôn rồi. ഒക്ടോപ്പസ്. നമ്മുടെ പാനിപ്പൂരി എൻ്റെ വൈഫിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഐറ്റമാണ്. എവിടെ പോയാലും ഒരു പാനിപ്പൂരി കഴിച്ചില്ലെങ്കിൽ അവർക്ക് സമാധാനമില്ലാന്ന് പറയുന്നത് കിട്ടുന്നത്. അപ്പം നാളെ വരുമ്പോൾ ഇവിടെ നിന്ന് പാനിപ്പൂരി കഴിക്കുന്നതാണ്. ഞാനല്ല, നാളെ അല്ല, മറ്റന്നാൾ. വൈഫ് മറ്റന്നാൾ എത്തുള്ളൂ. ഒരു പീസ് ആ ചക്കയുടെ ചുളക്കാണ് 20 റിങ്കറ്റ്. അതായത് ഒരു 2 ചുളയുണ്ടാവും ആ ചക്കയുടെ. എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല ഇവിടെ മൊത്തം ഈ ഒക്ടോപ്പസ് ആണ് എല്ലാ ഏരിയയിലും തന്നെ. നമ്മളിത് കാണുന്ന 4ാമത്തെ കടയാണ്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ഐസ്ക്രീം എല്ലാ ഇതുണ്ട്. ഇതൊക്കെ നല്ല ഐസ്ക്രീംസാണെന്ന് തോന്നുന്നു. ട്രൈ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയായിരുന്നു. ഇതുപോലത്തെ ഒരു എന്താ പറയുക ചൈനീസ് റെസ്റ്റോറൻറ്റ്. ഇവിടെ തായ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, ചൈനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, അറബിക് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതിൽ നമ്മളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റ് കയറിയിരുന്നു. എന്നിട്ട് കുറച്ച് ചൈനീസ് ഐറ്റംസൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കൊള്ളായിരുന്നു അവിടുത്തെ ഫുഡ്. പക്ഷേ അവരുടെ സോസ് വേറൊരു തരത്തിലുള്ള സോസായിരുന്നു. ബാക്കിയെല്ലാം ഓക്കെയാണ് അവരുടെ. ഇതെങ്ങോട്ട് ഓടിപ്പോണം. അപ്പം എന്താ പറയുക, എന്താ പറഞ്ഞിരുന്നത്, സോസ്. അത് സോസ് മാത്രം ഒരു വേറെ ടൈപ്പിലുള്ള സോസായിരുന്നു. ഇപ്പോൾ നേരത്തെ അത്ര തിരക്കൊന്നുമില്ല, തിരക്ക് കുറഞ്ഞു. നമ്മളിത് വാവ് റെസ്റ്റോറൻറ്റിലാണ് കയറി. കുഴപ്പമൊന്നുമില്ല. കാൾസ്ബർഗ് പേര് ഞാൻ മറന്നുപോയത്. ഞങ്ങളതാ അടിച്ചത്. കാൾസ്ബർഗിൽ തന്നെ ഗോൾഡോ അങ്ങനെ ഉണ്ടോ, പച്ചക്കുപ്പിയല്ല, ഒരു ബ്രൗൺ കളർ കുപ്പി. അത് ഞാനിതിലിട്ടേക്കാം. തീർന്നത് ഇത് എൻ്റെ ആണ്, അവിടെ വെച്ച് തീരാണ്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ കയറി, ഈ ചൈനീസ് റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ അവിടം വരെ ഇവരുടെ റെസ്റ്റോറൻറ്റാണ് മൊത്തം. പക്ഷെ ഓരോ പാട്ടായിട്ടാണ്. ഫുഡൊക്കെ കൊള്ളാം, നല്ലതാണ് ചൈനീസ് ഫുഡ്. ഞാൻ ഇതിനു മുമ്പ് ചൈനീസ് ഫുഡ് കഴിച്ചിട്ടുണ്ട്, സെയിം ടേസ്റ്റൊക്കെ തന്നെ. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതരം സോസ് ഉണ്ട്. അത് ഇതിവിടെ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ. കോക്കനട്ട് ഐസ്ക്രീം 12. മൊസാൻ കിങ് ഡുറൈൻ എന്നാണ് ചക്കര പേര്. കിട്ടി. ഇത്രയും വൃത്തിയായിട്ട ചക്ക. ഇത് മണമെന്നറിയാമോ? ഞാൻ ഡുറൈൻ കഴിക്കുന്ന വീഡിയോ ഇടുമ്പോൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോഴേ പറഞ്ഞ് നിങ്ങളെ കളയണ്ടല്ലോ. ഇത് ഫ്രഷ് ജ്യൂസ് കാര്യങ്ങളൊക്കെ. ഇവിടെ ഈ അറ്റത്തേക്ക് വരുമ്പോൾ 10 റിങ്കറ്റ്, നടുക്കിലേക്ക് എത്തുമ്പോൾ അത് 8-5 റിങ്കറ്റൊക്കെ ആവും. ആ അറ്റത്തേക്ക് എത്തുമ്പോൾ പിന്നെ 10 റിങ്കറ്റ്. ഇവിടെ വെച്ച് ഹോട്ടലും കാര്യങ്ങളൊക്കെ തീർന്നു. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചടക്കണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എന്താ പറയുക, ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ റോഡിൻ്റെ അവിടേക്ക് എത്തും. അവിടെ നിന്ന് തന്നെ നമുക്ക് തിരിഞ്ഞു പോകും. അല്ലെങ്കിൽ പിന്നെ ഈ തിക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ തിരിച്ചിറക്കണം. പവലീന അവിടെ ഉണ്ട്. എണ്ണ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എത്തുമ്പോൾ എല്ലാം 10. ഇതേ സെയിം സാധനം അവിടെ ഉള്ളിൽ നമുക്ക് 8 റിങ്കറ്റിനും ഇതൊക്കെ 5 റിങ്കറ്റിനും കണ്ടായിരുന്നു. ഇവിടെ BBQ കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് ഇവിടെ കൊണ്ട് കഴിഞ്ഞ്
നമുക്ക് ഇത് ഇതിലെയാണ് പോകേണ്ടത്. ഇവിടെ പിന്നെ ഇതുപോലെ തന്നെ ലോക്കൽ കടകൾ ഇത് അവിടെ അതും കൂടെ ഉള്ളൂ. അതോടുകൂടി കഴിഞ്ഞു. ഇതുപോലെ തന്നെ ചെറിയ ഇതൊക്കെ. അപ്പോൾ ശരി ഗൈസ്, ഇതിൻ്റെ പേരെന്താണെന്ന് നോക്കിയിട്ട് ഞാൻ ആ വീഡിയോയിൽ ഇതിൻ്റെ പേരിട്ടേക്കാം. കാരണം എനിക്കിപ്പോൾ ഇതിൻ്റെ പേരറിയില്ല. അപ്പോൾ ടാറ്റ. ഓക്കെ ബൈസ്. ശരി ബൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റ.